പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അടുത്തോട്ടുള്ള പോക്കാണേ, അർത്തുങ്കപ്പള്ളിയിലോട്ട്. നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ നിന്ന് നമ്മുടെ ബസ്സിലാണ് പോകുന്നത് കേട്ടോ, KSRTC ബസ്സിൽ. സ്റ്റാൻഡിൽ വന്നിറങ്ങി അവിടുന്ന് നേരെ KSRTC ബസ്. ഞാനുണ്ട്, അമ്മയുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട് കൂടെ. നമ്മൾ ഇവിടുന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴയിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിന് കയറി അർത്തുങ്കപ്പള്ളിയിലെത്തും. ഇങ്ങനെയാണ് പ്ലാന്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ബസ്സിൽ. നേരെ നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലോട്ട് എത്താറായി കേട്ടോ. നമ്മളെല്ലാ വർഷവും അർത്തുങ്കപ്പള്ളി പോകാറുണ്ട്. എല്ലാ വർഷവും എന്ന് വെച്ചാൽ മിസ്സാവുന്ന വർഷങ്ങളുണ്ട്, പക്ഷേ മാക്സിമം നമ്മളെല്ലാ വർഷവും പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. നമുക്ക് KSRTCക്ക് അതായത് പ്രൈവറ്റ് ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു KSRTCയിൽ കയറിയിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങേണ്ടി വന്നു. അപ്പോൾ നമുക്കറിയില്ലായിരുന്നത്. അങ്ങനെ ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇവിടെ. ഇവിടുന്ന് നമുക്ക് നേരെ അർത്തുങ്കപ്പള്ളിയിലോട്ട് ബസ് കിട്ടും കേട്ടോ. ഇപ്പോൾ അർത്തുങ്കപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സമയമാണ്. ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് നേരെ അർത്തുങ്കപ്പള്ളിയിലോട്ട് ബസ്സുണ്ട്. നമ്മൾ ബസ്സൊക്കെ കയറി. ഇത് നമ്മൾ പോയിട്ടില്ലാത്ത റൂട്ടായത് കാരണം നമ്മൾ ഹൈവേ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. ചേർത്തല, എറണാകുളം റൂട്ട്, ആലപ്പുഴ, അങ്ങനെ ഹൈവേ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈവേ അല്ല, ഇത് ചെറിയ റോഡിലൂടെയാണ് കയറിപ്പോയിരുന്നത്. നമുക്ക് അറിയാത്ത ഒരു സ്ഥലം കൂടെ ആയത് കാരണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും കാണാം. പിന്നെ കുറച്ചൊരു 1 കിലോമീറ്റർ ഇടതുവശത്ത് പോയാൽ ഇതായിരുന്നു കേട്ടോ, കടലായിരുന്നു. നമ്മൾ പള്ളിയിലെത്തി. നമ്മൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇപ്പോൾ അത്യാവശ്യം കൊടി കയറി 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പള്ളിയിലെത്തി. നമ്മൾ നേരെ ചെന്നു പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ച് കഴുന്നെടുത്ത് നേർച്ചയിലായിട്ട് തിരിച്ചു പോരാനായിരുന്നു നമ്മുടെ പ്ലാന്. വലിയ തിരക്കും നാളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ നേർച്ചകളെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. ഈ പള്ളിയുടെ ഭംഗി അതേപോലെ ഒപ്പിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പം പള്ളി ആയത് കാരണം കുറച്ച് ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്രയ്ക്കും ഭംഗിയാണ് ഈ പള്ളി കാണാനായിട്ട്. അർത്തുങ്കപ്പള്ളിയെ പറ്റി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഇത് പള്ളിയുടെ അകമാണ്. അൾത്താരയും ഒരു ചെറിയൊരു പോർഷനും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപമൊക്കെ പുറത്തോട്ട് എടുത്ത് വെക്കുന്നത് ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം പുണ്യാളൻ്റെ രൂപമാണിത്. ഇവിടെ ആൾക്കാർ കഴുന്നെടുത്ത് വെക്കാറുണ്ട്. അമ്പും വില്ലുമാണ് ഇവിടുത്തെ കഴുന്ന്. അത് ഇവിടുത്തെ നേർച്ചയാണ്, മെയിനായിട്ടുള്ള നേർച്ചയാണ്. പിന്നെ എന്താ പറയുക, മാറാത്ത രോഗങ്ങളുടെ സൗഖ്യദായകനാണ് ഞങ്ങളുടെ വിശ്വാസപ്രകാരം വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ. അപ്പം ഒരുപാട് ഫോറിനേഴ്സ് വരാറുള്ള പള്ളിയും കൂടാണിത്. ഇതാണ് ഈ പള്ളിയുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടിങ്ങും ആ സമയത്തുണ്ടായിരുന്ന ഒരു ബോർഡാണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്, അതായത് ഇനി പെരുന്നാളിന് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്രണ്ട് കാണുന്നത് ഫുള്ള് കവർ ചെയ്യും. അത് ഭയങ്കര വെയിലാണല്ലോ, അത് ഫുള്ള് കവർ ചെയ്യും. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ നേരത്തെ ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര തിരക്കില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റിയത്. കണ്ടോ, ഇത്രയും ഇതെല്ലാം ഫുള്ള് കവർ ചെയ്യുകയാണ് ഇവർ. ഇവിടെ എല്ലാം ഭയങ്കര തിരക്കായിരിക്കും. ഇനി ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പള്ളിയാണ് അർത്തുങ്കപ്പള്ളി. വലിയൊരു മുറ്റമൊക്കെയാണ്. പക്ഷേ ഇത് നിറയും. 3-4 ദിവസങ്ങൾക്ക് ശേഷം വന്ന് നോക്കിയാൽ ഉണ്ടല്ലോ, ഇത് ഫുള്ള് നിറഞ്ഞായിരിക്കും ഇരിക്കുക. ഒരു കടൽ തീരത്തിൻ്റെ അടുത്തായത് കാരണം അതിൻ്റെ മണ്ണൊക്കെ കണ്ടോ, നമ്മൾ ബീച്ചിൽ കടൽ തീരത്തൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു മണ്ണൊക്കെയാണ് ഈ മുറ്റത്ത്. ഇവിടെ ഇവിടെ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. നമുക്കൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നേർച്ച വരും പുണ്യാളന്. നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ നേർച്ചക്കുള്ള പായസമൊക്കെ ഉണ്ട്, നേർച്ച പായസമൊക്കെ ഉണ്ട്. പിന്നെ എണ്ണയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കൊന്തയും പിന്നെ എണ്ണയും അവിടുത്തെ തിരിയും നേർച്ച ആയിട്ടുള്ള പായസവും അതെല്ലാം വാങ്ങിക്കാനായിട്ടാണ് നമ്മളിവിടെ കയറിയത്. അമ്മ അത്യാവശ്യം കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് പുണ്യാളൻ്റെ രൂപം നമ്മൾ വാങ്ങിച്ചില്ല, നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പൊന്നൂന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അവൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള
പോക്കാണ് ഇനി അടുത്തത്. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡിൻ്റെ അങ്ങോട്ട് പോകുന്നത് ബീച്ച് സൈഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, നല്ല വെയിലായിരുന്നു. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ പൊന്നൂന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് ഓർത്തിട്ട് അവൾക്കൊരു പാവക്കുട്ടിയെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ ബസ് കയറി ആലപ്പുഴയിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഞങ്ങളൊരു ഓരോ ബിരിയാണി കഴിച്ചു, ഞാനും അമ്മയും കൂടെ. നമ്മളിത് ആലപ്പുഴ സ്റ്റാൻഡിന് അടുത്ത് തന്നെയുള്ളൊരു കട കേട്ടോ. ഒരു എന്താ പറയുക, ഒരു മുസ്ലിംസിൻ്റെ ഒരു കടയാണ്. പക്ഷേ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. കൈമ റൈസിൻ്റെ ആയിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് വരാനുള്ള വണ്ടി നോക്കി അവിടെ നിൽക്കുകയായിരുന്നു. ബസ് കിട്ടി, KSRTC തന്നെ കിട്ടി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡ്രൈവറും കണ്ടക്ടറും എല്ലാം വന്ന് ബസ് എടുക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. ഇതാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡ്. നിങ്ങൾക്കറിയാവോ, ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരെ അവിടുന്ന് ബസ് എടുത്തില്ല കേട്ടോ, എടുക്കാറായതേ ഉള്ളൂ. ക്ഷീണമായിപ്പോയി, രാവിലെ ഇറങ്ങിയതല്ലേ, ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു, വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ടും ബസ് എടുക്കാറായില്ല. എടുക്കുമെന്ന് കരുതി വെയിറ്റ് ചെയ്തു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കേട്ടോ. ഇത് നമ്മുടെ നെടുമുടി പാലാണ്. ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും വർക്കും നെടുമുടിയല്ല, പള്ളാത്തുരുത്തി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. AC റോഡിൽ ഫുള്ള് വർക്ക് കണക്കാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി. പള്ളാത്തുരുത്തി പാടത്തിൻ്റെ സൈഡിൽ കണ്ടോ, നിറയെ ഹൗസ് ബോട്ടുകളൊക്കെയാണ്. ഇത് ഭംഗിയാണെന്നറിയോ ഇതൊക്കെ കാണാനായിട്ട്. ഒരു തവണയെങ്കിലും വന്ന് കാണണം കേട്ടോ. ആലപ്പുഴ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലം അത്രയ്ക്ക് മനോഹരമാണ് കാണാനായിട്ട്. നമ്മുടെ വീഡിയോകളിൽ കൂടുതലും ഞാൻ നാടിൻ്റെ ഭംഗി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. നല്ല തിരക്കുമായിരുന്നു ആ സമയത്തായിട്ട്, നല്ല തിരക്കായിരുന്നു ബസ്സിൽ. നമ്മൾ ഏകദേശം നെടുമുടി എടുക്കാറായിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തും കേട്ടോ. അപ്പം ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇനി ബാക്കി. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ അർത്തുങ്കപ്പള്ളി പോക്കായിരുന്നു ഈ വീഡിയോയിൽ. എല്ലാവരും വീഡിയോ കാണുന്നവർ ഏതാണ് ഇനി കൂടുതൽ നമ്മുടെ വീഡിയോയിൽ എന്താണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, നിങ്ങൾക്ക് എന്താണ് എന്ത് വീഡിയോകളാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോകളുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ യൂട്യൂബിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് നെഗറ്റീവ്സ് ഉണ്ടായാലും നമ്മൾ യൂട്യൂബിലൂടെ മുന്നോട്ട് തന്നെ പോകും. അപ്പം ഇനി ഒരു ഇത്തിരിയും കൂടിയുണ്ട് നമ്മുടെ വീഡിയോയിൽ. നാടിൻ്റെ ഭംഗിയാണ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദിയുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അമ്മയായിട്ട് അർത്തുങ്കപ്പള്ളി പോയി പുണ്യാളനെ കണ്ടു, നേർച്ചയെല്ലാം ഇട്ട് തിരിച്ചു വരുന്നു. അതും AC റോഡിൽ കൂടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ബസ്സിൽ KSRTCയിൽ അർത്തുങ്കപ്പള്ളി വരെ പോയിട്ട് തിരിച്ചു വരുന്നൊരു വീഡിയോ. അപ്പം എല്ലാവർക്കും നന്ദി, ഒരുപാട് താങ്ക്സ്. വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. താങ്ക് യു സോ മച്ച്.